ഗോദി മീഡിയ എന്നൊരു പദം ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയിൽ നിലനിന്ന് പോന്നിരുന്ന ഒരു മാധ്യമ പ്രവർത്തന രീതിയും ഇപ്പോൾ ഗോദി മീഡിയ ജനങ്ങൾക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനവും തമ്മിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ എത്രത്തോളം അത് എഫക്ട് ചെയ്യും? ഗോദി മീഡിയ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മൾ നേരത്തെ മുമ്പുള്ള സമയത്ത് നമുക്ക് കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നതിനൊപ്പം പ്രതിപക്ഷത്തെയും വിമർശിക്കുന്ന രീതിയിലാണ് സാധാരണ മീഡിയസ് എല്ലാം മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു സ്ഥലത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. കൂടുതൽ വിമർശനങ്ങൾ എപ്പോഴും കൂടുതൽ ഭരണകക്ഷിക്കായിരിക്കും. ബട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനെ വിമർശിക്കുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജും മീഡിയാസ് വളരെ ചെറിയൊരു പെർസെൻറ്റേജും അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ വിമർശിക്കുന്നതിൻ്റെ അളവ് വളരെ കൂടുതലുമാണ്. വിമർശനം അങ്ങനെയാണ് പോകുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഇവരിവിടെ കൂടുതലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുക, മതപരമായിട്ടുള്ള ചർച്ചകൾ, വിവാദപരമായിട്ടുള്ള മതത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് തന്നെ വിവാദ പരാമർശങ്ങൾ ഉണ്ടാക്കുക, അതിനെ തുടർന്നുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളും സർക്കാരിന്റെ അനാസ്ഥയുള്ള പല വിഷയങ്ങളും മീഡിയ സംസാരിക്കുന്നില്ല. പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതേ സമയം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഡൈവേർട്ട് ചെയ്തിട്ട് മറ്റു പല വിഷയങ്ങളിലേക്കും ആ ശ്രദ്ധയെ മാറ്റിക്കൊണ്ടു പോവുക. ഇതൊക്കെയാണ് ഈ മീഡിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ മീഡിയാസ് ഒക്കെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട വലിയ വ്യാപാരികളാണ്, പ്രധാനപ്പെട്ട അതിന്റെ പിന്നിലുള്ളവർ. ഈ വ്യാപാരികൾക്കൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് അഭേദ്യ ബന്ധമുള്ള ആൾക്കാരുമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിനെ ശരിക്കും അത് ബാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കൃത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്താൻ വൈകുന്നുണ്ട്. അത് കൃത്യമായുള്ള വാർത്തകൾ എത്താതെ ഇരിക്കുന്നുണ്ട്. പല വാർത്തകളും കൃത്യമല്ലാത്ത രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വാർത്തകൾ എത്തിക്കേണ്ട സമയത്ത് അത് എത്തിക്കാതെ ഇപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മറ്റു വാർത്തകൾ, കൂടുതലും മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ചർച്ചകൾ, ഇങ്ങനെ ചർച്ചകൾ വഴിതിരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ് നമ്മുടെ ചാനൽ. ഈ ഒരു കാര്യം ഇല്ലാതെയാവുകയും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പണിയെടുക്കുകയും അത് ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു നിലയ്ക്കാണ് CJP ഈ ഒരു കാര്യം, ഗോഡി മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം പറയുകയും അതില്ലാതെ ആവണമെന്നും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കണമെന്നും പറയുന്നത്. ഈ ഒരു കാര്യം ഇപ്പോൾ കുറെ അധികം ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. കാരണം അറിയാം, റിപ്പബ്ലിക് TVയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാം. അവരുടെ അജണ്ടകൾ ഇപ്പൊ ഞാൻ ഒരു ചാനലിന്റെ പേരെടുത്ത് പറയാം, പല ചാനലുകളുണ്ട്. ഇതാണ് ശരിക്കും ഇപ്പോൾ കേരളത്തിലല്ല, ശരിക്കും ഇതിപ്പോ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. എത്രത്തോളം ഈ ഗോദി മീഡിയ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് ഈ ഒരു പ്രൊട്ടസ്റ്റിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ ഗോദി മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന പല മീഡിയകളും ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി അവിടെ എത്തുകയും അവർ ഈ പ്രൊട്ടസ്റ്റിൽ നടക്കുന്ന പല കാര്യങ്ങളെയും മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് അവർ പരാജയപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളൊക്കെ തന്നെ വളരെ ഇന്റലിജന്റ് പിള്ളേരാണ്. ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ തന്നെ ഇവരുടെ കയ്യിൽ എപ്പോഴും സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ ഗോദി മീഡിയ എന്താണോ ഉദ്ദേശിക്കുന്നത് അവർ വളരെ നേരത്തെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവര് യഥാർത്ഥ കാര്യങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ ചെയ്ത് വാർത്തകൾ ഗോദി മീഡിയക്ക് പുറത്തു വിടാൻ പറ്റിയില്ല. അത് തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും. പല കാര്യങ്ങളും അവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, എല്ലാം തന്നെ അവർ പരാജയപ്പെടുകയായിരുന്നു.
കാരണം കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് ഇത്രയധികം സപ്പോർട്ട് അതിന് കൊടുക്കാൻ കഴിഞ്ഞത്. CJP പോലുള്ള ഒരു സംഘടനയിൽ നിന്ന് വന്ന ഇത്ര ഒരു പ്രതിഷേധം, അവരുന്നയിച്ച ഒരു ആവശ്യം വളരെ ചെറുതായി പോയില്ല. പ്രൊട്ടസ്റ്റ് വിജയം കണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ളൊരു വിജയമായിട്ട് അതിനെ കാണാൻ പറ്റും. തീർച്ചയായും അത് യഥാർത്ഥത്തിലുള്ള വിജയമാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിലുള്ള വിജയം തന്നെയാണ്. ഇതൊരു ചെറിയ ആവശ്യമായിട്ടല്ല CJP ഉന്നയിച്ചിരിക്കുന്നത്. ആദ്യമേ CJPയെ കുറിച്ച് മനസ്സിലാക്കണം. CJP ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോ അങ്ങനത്തെ ഓർഗനൈസേഷനോ അങ്ങനെ ഒന്നും അല്ല. ഇത് ഉദയം കൊണ്ട ഒരു സിറ്റുവേഷനും കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായെന്നുള്ളത്. അതായത് ഈ നാട്ടിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ പാറ്റകളെ പോലെ സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് ഗവൺമെന്റ് സിസ്റ്റത്തിനെതിരെ സംസാരിക്കുകയാണ്. ഇവർ രാജ്യത്തിന് ഒരു ഗുണമില്ലാത്ത ആൾക്കാരാണ് എന്ന് നമ്മളുടെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ ഒരു വാക്കിൽ നിന്ന് ഉണ്ടായ ഒരു പ്രതിഷേധമാണ് CJP എന്ന് പറയുന്നത്. ആ പ്രതിഷേധത്തെ അവര് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ ട്രോളിക്കൊണ്ട് ഒരു ട്രോൾ പേജ് എന്നുള്ള നിലയ്ക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ട്രോൾ പേജ് ഉണ്ടാവുന്നത്. ഇതിലൂടെ അവർ ഉന്നയിച്ച പല കാര്യങ്ങളുണ്ട്. ഏകദേശം ഒരു 5 പോയിന്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി ഈ ഒരു കാര്യം അവസാനിക്കുക എന്നല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി ധർമ്മേന്ദ്ര പ്രധാൻ എന്തുകൊണ്ട് രാജി വെക്കണമെന്നുള്ളതാണ് ചോദ്യം. അവര് പറയുന്നുണ്ട് ഇനി അങ്ങനെ ഒരു എറർ ഉണ്ടാവാതിരിക്കാൻ അവര് പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു എറർ ഉണ്ടാവില്ല എന്നുള്ളത്, എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നുണ്ടെന്ന്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തിന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയത് NDA സർക്കാർ വന്ന സമയത്തല്ല, അതിന് മുമ്പ് മുതൽ പലതവണ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ചോദ്യപേപ്പർ ചോർന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിത്യസംഭവമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ NDA എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വരുന്ന സമയത്ത് അവർക്ക് മറ്റുള്ള ഈ UPA ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യാനാണെങ്കിൽ NDA ഗവൺമെന്റ് UPA ഗവൺമെന്റ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. UPAയുടെ കാലത്തുണ്ടായ കാര്യങ്ങൾ അതേപടി നടത്താനാണ് NDA കയറിയതെങ്കിൽ അതൊരിക്കലും ഒരു ശരിയായ ഭരണരീതി അല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം തുടർക്കഥയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നെന്ന് ധർമ്മേന്ദ്ര പ്രധാനും അറിയാം, NDA ഗവൺമെന്റിനും എല്ലാം അറിയാം. അപ്പോൾ എന്തുകൊണ്ട് തങ്ങൾ ഭരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പരീക്ഷ നടത്തിപ്പിനെ കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇവരും അതിനെ വളരെ ലാഘവത്തോടെ എടുത്തു. ഈ ഒരു മിനിസ്ട്രി, അതായത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പോലും അതിനെ വളരെ ലാഘവത്തോടെ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. ഇനി ഇതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ചോദ്യപേപ്പർ ചോർന്നെങ്കിൽ അത് ആരാണ് കണ്ടുപിടിച്ചത്? അത് കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ അത് വളരെ കൃത്യമായി ചോദ്യപേപ്പർ ചോർത്തിയവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചോദ്യപേപ്പർ ചോർന്നത് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിഞ്ഞിട്ട് പോലുമില്ല. അതാണ് സത്യം. എങ്ങനെയാണത് പുറത്തു വരുന്നത്? എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അത് പുറത്തു വരുന്നത്. അത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഒരു അധ്യാപകന്റെ കയ്യിൽ ഈ ചോദ്യപേപ്പർ കിട്ടുകയും അത് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിനെല്ലാം അത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അവരത് റെഫർ ചെയ്തിട്ട് അവർ പോയി എക്സാം ചെയ്തു. എക്സാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പറും പുതിയ ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഒത്തു നോക്കുന്ന സമയത്താണ് ഇതിലൊരു മാറ്റവും ഇല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവർക്ക് തോന്നിയ ഒരു സംശയമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച കണ്ടെത്തുന്നതിന്റെ പ്രധാന കാര്യം. അല്ലാതെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടില്ല, ഒന്നുമില്ല.
അപ്പം ഇത് ആ ഒരു അധ്യാപകന്റെ കയ്യിൽ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിലോ, ആ അധ്യാപകൻ അങ്ങനെ ഒരു സംശയം തോന്നിയില്ലായിരുന്നെങ്കിലോ ഇന്ന് ഈ നിമിഷം വരെ ഇത് കണ്ടെത്തില്ലായിരുന്നു. അപ്പോ ഇതിന് എന്ത് സെക്യൂരിറ്റിയാണ് ഈ നമ്മുടെ പരീക്ഷകൾക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ എല്ലാം പരിപൂർണ ഉത്തരവാദിത്വം ഈ സർക്കാരിനുള്ളതാണ്, ആ മിനിസ്റ്റർക്കുള്ളതാണ്. അതുകൊണ്ടാണ് മിനിസ്റ്റർ രാജിവെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് രാജിവെച്ചു. രാജിവെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, രാജിവെച്ചാൽ മാത്രം പോരാ, ഈ ഒരു എക്സാം കാരണം മരണപ്പെട്ട, സൂയിസൈഡ് ചെയ്യപ്പെട്ട നിരവധി കുട്ടികളുണ്ട്. അവർക്ക് അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് CJP ആവശ്യപ്പെട്ടിരുന്നു. ആ 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ 4 കാര്യങ്ങളും അവർ സമ്മതിച്ചുകൊണ്ടാണ് ഈ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിച്ചത്. ഇതിനുശേഷം ഫർദർ ഇനിയും നമ്മൾ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇത് അവസാനിച്ചിട്ടില്ല. ഇതൊരിക്കലും ഇതും കൊണ്ട് നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു, അതുകൂടെ കഴിഞ്ഞിട്ടില്ല. ഫർദർ ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇനി എന്താണ് അവര് ഇതിനു വേണ്ടി ചെയ്യാൻ പോകുന്നത്? അടുത്ത തവണ ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ വീണ്ടും ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ്. ഇനി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കുക. കാരണം ഇനി എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ഒരു ടെസ്റ്റ് നടത്തുന്ന സമയത്ത് CJP എന്ന് പറയുന്ന ഒരു മൂവ്മെന്റിനെ അവരെന്തായാലും ഓർത്തിരിക്കും. അതാണ് CJPയുടെ സക്സസ് എന്ന് പറയുന്നത്. പ്രഹ്ലാദ് ജോഷിനെ പോലുള്ള ഒരാൾ അടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആവുമ്പോൾ നമ്മൾക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാം? ഈ പ്രതീക്ഷകൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് ഇത് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുമ്പോൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൃത്യമായും അവരവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ കറപ്ഷനെ ചോദ്യം ചെയ്യുന്ന ഒരു യുവജനത ഇവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ മൂവ്മെന്റ്. ആ ഒരു പേടി, ആ ഒരു ഓർമ്മപ്പെടുത്തൽ, അത് അവരുടെ ഉള്ളിലുള്ളിടത്തോളം കാലം അവർ കറപ്ഷൻ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത് അവർക്ക്. അല്ലെങ്കിൽ അവർ കൂടുതൽ അതിനെ മോണിറ്റർ ചെയ്യാനും ഇനി ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനും ശ്രമിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, ഈ CJP ഈ പ്രൊട്ടസ്റ്റ്, നിങ്ങൾ എന്തുകൊണ്ട് നീറ്റ് എക്സാമിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നു, കേരളത്തില് ES ഇഷ്യൂവിനെ കുറിച്ച് എന്തുകൊണ്ട് CJP സംസാരിക്കുന്നില്ല എന്ന് പല ആൾക്കാരും ചോദിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്ത്, അല്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ആൾക്കാരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷയങ്ങൾ സംസാരിക്കാത്തത്, എന്തുകൊണ്ടാണ് ഈ സെലിബ്രിറ്റികൾ സംസാരിക്കാത്തത്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കുട്ടികൾ അവരുടെ അവകാശത്തിന് വേണ്ടി, അവർക്ക് നീതി കിട്ടാൻ വേണ്ടി അവര് ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങി. ആ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയ സമയത്ത് അവരെ രാജ്യദ്രോഹികളായിട്ട് മുദ്ര കുത്തുകയായിരുന്നു. അവരെ തെരുവിൽ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. അവർക്ക് ലോകത്ത് ഇന്ന് വരെ കാണാത്തത്ര തരത്തിലുള്ള പീഡനങ്ങൾ, സിനിമയിൽ കാണുന്ന തരത്തിലുള്ള പീഡനങ്ങൾ, എക്സ്പയർ കഴിഞ്ഞ ടിയർ ഗ്യാസ് ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇതുവരെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലാതെ നേരിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്താണ് കൂടുതൽ ഈ ഒരു പ്രൊട്ടസ്റ്റിന് കൂടുതൽ സപ്പോർട്ട് കൊണ്ടാണ് പല ആൾക്കാരും, അതായത് സെലിബ്രിറ്റികളെ പോലുള്ള ആൾക്കാർ, മറ്റ് പല മേഖലകളിലെ ആൾക്കാർ ഇതിലേക്ക് വരുന്നത്. അതായത് കൂടുതൽ ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാനും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഗവൺമെന്റിനെ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് എടുക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് വന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, പിന്നെ ഇങ്ങനെ ഒരു നമ്മുടെ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പരാമർശത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പോ നമ്മളെല്ലാവരും പറ്റകളായിട്ട് തന്നെയാണ്, അതായത് ചീഫ് ജസ്റ്റിസ് സംസാരിച്ചത് ഒരു അഭിജിത്ത് ദീപ്കയെ കുറിച്ചല്ല, എന്നെയും അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരെ കുറിച്ചല്ല, എന്നെ കുറിച്ചും അല്ല, അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള സകല ചെറുപ്പക്കാരെ, തൊഴിലില്ലാതെ നിൽക്കുന്ന സകല ചെറുപ്പക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പാറ്റകളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അഭിജിത്ത് ദീപ്കെ വന്ന് ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തണമെന്നോ അല്ലെ അതിനെതിരെ സംസാരിക്കണമെന്നോ ഒന്നും അല്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിനെതിരെ സംസാരിക്കാം. തെറ്റ് കണ്ടാൽ നമ്മൾ സംസാരിക്കുക. അഭിജിത്ത് ദീപ്കെ വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഉത്തരവ് കിട്ടാൻ നോക്കിയിരിക്കാൻ. ഇതൊരു സംഘടനയോ ഇതൊരു പ്രസ്ഥാനമോ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒന്നുമല്ല.
ഇപ്പൊ ഇവിടെ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇപ്പൊ പ്രളയ ദുരിതാശ്വാസ പരിപാടിയിലേക്ക് ഇവിടുത്തെ കേരള കോക്രോച്ചസ് എന്ന് പറഞ്ഞിട്ട് കുറെ അധികം കുട്ടികൾ രംഗത്ത് വന്നു. ഇത് അഭിജിത്ത് ദീപ്കയെ വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. നമ്മളുടെ നമ്മളുടെ ഒരു പൊതുബോധം, ഈ പൊതുബോധത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതിനെതിരെ സമരം ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അവരെ ആരെയും തെരുവിൽ തല്ലിച്ചതയ്ക്കുകയോ അവരാരും തീവ്രവാദികളാണെന്ന് മുദ്ര കുത്തുകയോ ഒന്നും ഇവിടുത്തെ ഗവൺമെന്റുകൾ ചെയ്തിട്ടില്ല, അല്ലെ? ഒരു ഗവൺമെന്റും അങ്ങനെ ചെയ്തില്ല. അവർക്ക് പ്രൊട്ടസ്റ്റ് നടത്താനുള്ള പരിപൂർണ അവകാശവും അധികാരവും ഉണ്ട്, അവരത് ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യാൻ ഈ മൈക്കെടുത്ത് വെച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് എവിടെ CJP എന്ന് ചോദിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യാം. ഇത് ആരുടെയും അവര് വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയല്ല വേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഞാനും സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്.